പ്രവർത്തിക്കുന്നത് തോമാമാർ ദീവന്നാസ്യോസ് മെത്രാപ്പൊലീത്ത. തിരുമേനിയുമായി 40 കൊല്ലം മാനേജിംഗ് കമ്മിറ്റിയിൽ അടുത്ത് നിന്ന് പ്രവർത്തിക്കുവാൻ ഇടയുണ്ടായതാണ്. ആ യോഗങ്ങളിലൊക്കെ തിരുമേനി സംസാരിക്കുമ്പോൾ പലപ്പോഴും ആളുകൾ ചോദിക്കും, നിശബ്ദനാണ്. പക്ഷെ നിശബ്ദനല്ല, അത് വാചാലമായ ശബ്ദത്തിൻ്റെ ഒരു ചിത്രമാണ്. ഒരുപാട് കാര്യങ്ങൾ അറിയാം. ഇംഗ്ലീഷിൻ്റെ പ്രൊഫസറായ ടെനിസൺ നന്നായി പഠിപ്പിച്ചു. മകനായ ടെനിസൺ ഒരു വാചകം പറയുന്ന തിരുമേനിയുടെ വിദ്യാർത്ഥികൾ പറയും, ജീവിതം അർത്ഥവത്താകുന്നത് സംതൃപ്തി ലഭിക്കുമ്പോഴ, അല്ലെങ്കിൽ ആ പ്രതീക്ഷയുള്ളപ്പോഴ. ഈ പിതാവിന് ആ പ്രതീക്ഷയുണ്ടായിരുന്നു. മലബാറിൽ എൻ്റെ മെത്രാപ്പൊലീത്തയായി 5 വർഷത്തിലധികം ചെലവഴിച്ചപ്പോൾ, ഞങ്ങൾ മലബാറിലൂടെ സ്വീകരണം കൊടുത്തപ്പോൾ, അന്നത്തെ പ്രഗത്ഭരായ നേതാക്കന്മാർ മോർക്കൂത്ത് കുഞ്ഞപ്പായും രാവുണ്ണിയും ഒക്കെ പ്രഗത്ഭന്മാർ നോക്കി, എന്തോ തിരുമേനിയായത്, എന്തൊരു വ്യക്തിത്വം. ഒരു കാര്യം മാത്രം ഞാൻ പറയുന്നു, മലങ്കര സഭയിലെ വൈദികരുണ്ട്, അധ്യാപകരുണ്ട്, അംഗങ്ങളുണ്ട്. എല്ലാ ഭദ്രാസനങ്ങളും ഒന്നിനൊന്ന് വളരുന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നു, ഭദ്രാസന യോഗം നടക്കുമ്പോഴേ എല്ലാ വൈദികരുടെയും സാന്നിധ്യവും ഇത്ര അച്ചടക്കത്തോടുകൂടി ഒരു ഭദ്രാസന പൊതുയോഗം നടക്കുന്നത് തിരുമേനിയുടെ ആ വലിയ ശിക്ഷണത്തിന്റെ ഉത്തമ ഉദാഹരണമാണ്. മലബാറിലേക്ക് 967 മാനേജിംഗ് കമ്മിറ്റി വാഴിച്ചു വിടുമ്പോൾ അദ്ദേഹം ഒരു ട്രെയിനിൽ കോട്ടയത്തു നിന്ന് കയറി പോവുകയാണ്. കാർ ഒന്നുമില്ല. അവിടെ ചെന്ന് ഒരു പുതിയ കനാൽ സൃഷ്ടിച്ച ഈ പിതാവിനെ ദൈവം തമ്പുരാൻ 90 വർഷം പ്രദാനം ചെയ്തു. തിരുമേനി ജനിച്ച കൊല്ലം അമേരിക്കൻ പ്രസിഡന്റായിരുന്ന വുഡ്രോ വിൽസൺ ആദ്യത്തെ സർവരാഷ്ട്ര സമിതി ലീഗ് ഓഫ് നേഷൻസ് സ്ഥാപിച്ചയാളെ 921 ഒരു മെസ്സേജിൽ പറഞ്ഞു, ലക്കി ആർ ദ യങ് മെൻ, യു വിൽ സീ ഗ്രേറ്റ് തിങ്സ്, യു ഓൾ ന്യൂ ബോൺ. 921 ജനിക്കുന്നവർക്ക് വുഡ്രോ വിൽസൺ, മഹാനായ വിൽസൺ, നിങ്ങളെ പരിശോധിച്ചു നോക്കൂ, ഈ നോക്കിയറിയാം. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. എനിക്ക് തോന്നുന്നു വുഡ്രോ വിൽസൺ ഇങ്ങ് മാവേലിക്കരെ ഉണ്ടായിരുന്ന പ്രൊഫസർ തോമസ് ശർമാച്ചിനെ കുറിച്ചോ അല്ലെങ്കിൽ പത്തനാപുരത്തെ ഈ പിതാവിനെ കുറിച്ചായിരിക്കാം വുഡ്രോ വിൽസൺ പറഞ്ഞത്. അദ്ദേഹം നമ്മുടെ പ്രതീക്ഷ സാക്ഷാത്കരിച്ചു. എനിക്ക് ഒറ്റ കാര്യം, ഇന്നത്തെ നിയുക്ത ഭാവാതിരിഞ്ഞ് എനിക്ക് അദ്ദേഹത്തിലുള്ള കരുതൽ. സാധാരണ മെത്രാപ്പൊലീത്തന്മാരെ ഇരിക്കുമ്പോഴേ ഇന്നും നിയുക്ത ഭാവാതിരിഞ്ഞേനി ഈ പിതാവിനോട് കാണിക്കുന്ന സ്നേഹം, ഈ പിതാവിന് നിയുക്ത ഭാവാനുള്ള വാത്സല്യം, അത് മതി മലങ്കര സഭയുടെ ഉസ്യത്ത്. അലിഞ്ഞു തീരാത്ത ഓർമ്മകൾക്ക് മുമ്പിൽ, നിലയ്ക്കാത്ത സ്നേഹത്തിന് മുമ്പിൽ പരിശുദ്ധ കത്തോലിക്ക ഭാവാതിരിഞ്ഞേനിക്ക് എല്ലാ മംഗളങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വലിയ യാത്രയിൽ ആ മനോഹരമായ ആ ലോകം സ്വപ്നം കണ്ടുകൊണ്ട് ജീവിത യാഥാർത്ഥ്യമടയുവാൻ നമുക്ക് ഏവർക്കും പരിശുദ്ധ പിതാവിന്റെ പ്രാർത്ഥന ഉയരുന്നത് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി മനോഹരമായി സംഘടിപ്പിച്ച സഭയുടെ ഔദ്യോഗിക ഭാരവാഹികളെ, വിവാഹ സമിതി കമ്മിറ്റികളെ, അതിന്റെ ചുമതല വഹിക്കുന്നവർ, എല്ലാ ആളുകളെയും പരിമല സെമിനാരിയുടെ ഭാഗതയെ നിർണ്ണയിക്കുന്നവർ, സകലർക്കും സ്നേഹവും അവരോടുള്ള നന്ദിയും ഒരംഗമുന്നോടി രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തത് പരിശുദ്ധ ഭാവാതിരുമനസിലെ പ്രതിസ്പന്ദനങ്ങളാണ്. നമ്മുടെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹ അർപ്പിക്കും. പേര് ഇന്ന് ക്രിസ്ത്യാനികളായാലും മറ്റു മതങ്ങളായാലും അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് സ്നേഹം എന്ന വലിയ ഒരു കാര്യമാണ്. സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവൻ ദൈവമില്ലാത്തവനാണെന്ന് പ്രത്യേകം പറയുന്നു. God is love എന്ന് ഇംഗ്ലീഷിൽ എഴുത്തുകാർ എഴുതിയിട്ടുണ്ട്.
മാഗ്നേഷൻ എന്ന ഒരു മഹാകവി ഉണ്ടായിരുന്നു. എന്തുവാണെങ്കിൽ വേദോത്സവങ്ങൾ വായിക്കുവാനെന്ന് ഞാൻ അറിയുന്നു. അദ്ദേഹത്തിൻ്റെ കവിതയിൽ അദ്ദേഹം എഴുതി വെച്ചു, സ്നേഹമാണ് അഖിലസാരം ഒഴിയിൽ. അദ്ദേഹം തിരുവനന്തപുരം വായിച്ചു തുടർന്നാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതയിൽ എഴുതി, പ്രിയപ്പെട്ടവരെ, ഞാനൊരു വാക്ക് കുറിച്ചിരിക്കുന്നുണ്ട്. കാരണം കൂടുതൽ യാത്ര ചെയ്യരുത്, കൂടുതൽ പ്രസംഗിക്കരുത്, രോഗം പ്രശ്നം ഡോക്ടറെ ക്ലെയിം ചെയ്യാൻ എനിക്ക് നിർദ്ദേശം. അതിനെ ലംഘനം ചെയ്യുക എന്ന് പറയുന്നത് എൻ്റെ മനസ്സിൽ എന്ന് പറയുന്നു സംബന്ധിച്ചു ദൈവത്തിൻ്റെ വലിയ കൃപയാണ്. ഇന്ന് 90 വയസ്സ് പൂർത്തിയാകുന്ന എനിക്ക് സഭയിലെ മാത്രമല്ല മറ്റുള്ളവരുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അഭിനന്ദനവും ലഭിച്ചത് ഉള്ള കൃതജ്ഞത അറിയിക്കട്ടെ. അന്ന് ഞാൻ പറഞ്ഞ സ്നേഹത്തിന് ഒരു ഉദാഹരണം പറയാം. ഭർത്താവായ ശനിശിക ചേർന്നപ്പോൾ കുറേ ആളുകൾ കൂടി ഒത്തിരി പാവപ്പെട്ടവരുണ്ട്. മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, മാഗ്നേഷൻ അവൻ്റെ സ്നേഹമാണ് വ്യവസായം കൂടിയും. ബൈബിളിൽ പറയുന്നു ദൈവം സ്നേഹം നൽകുന്നു. ഇതെല്ലാം ഇന്നത്തെ കാലത്ത് എല്ലാ മതത്തിലും വിസ്മരിച്ചിരിക്കണമെന്നാണ് എൻ്റെ അറിവിൽ ലഭിച്ചിരിക്കുന്ന കാര്യങ്ങൾ. ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. യേശുക്രിസ്തു സ്ഥലത്തിൽ നിന്നപ്പോൾ കുറേ ആളുകൾ കൂടി പാവപ്പെട്ടവരും അല്ലാത്തവരുമെല്ലാം അദ്ദേഹം പറഞ്ഞത് ഒരു 3-4 വാക്കുകൾ ചുരുക്കി പറഞ്ഞുകൊണ്ട് ഞാൻ പ്രസംഗം അവസാനിപ്പിച്ചു. ആ കൂടിയവരോട് പറഞ്ഞു, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷണത്തിൽ, എനിക്ക് ദാഹിച്ചു, ഞങ്ങൾ കുടിക്കാൻ, എനിക്ക് രോഗം വന്നു, ഞങ്ങൾ എന്നെ വന്നിട്ടുണ്ട്, എനിക്ക് പറഞ്ഞു എപ്പോഴാണ് ഇതായി ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, എനിക്ക് വിശന്നു ദാഹിച്ചെന്നൊക്കെ പറഞ്ഞു. ഉടനെ കൈചൂണ്ടിക്കൊണ്ട് പറഞ്ഞ് അവിടെ കൂടിയ പാവം നോക്കിക്കൊണ്ട് പറഞ്ഞു, ഈ വിവരത്തിന് ചെയ്യുന്നത് എനിക്ക് പാഠം. നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമാണ് ഇപ്പോൾ. സാമ്പത്തിക ശേഷിയുള്ളവരും പക്ഷേ ദേശത്തിൽ പാരമ്പര്യമായിരിക്കുന്നവർ സാധുക്കളോട് തന്നെയുള്ളവരായിരിക്കുന്നു. അവരെ സഹായിക്കുന്നത് ദൈവത്തിന് പ്രസാദമുള്ള ഒരു കാര്യമാണ്. ആയതുകൊണ്ട് എനിക്ക് എൻ്റെ 90-ാമത്തെ വയസ്സിൽ പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കർത്താവായ ശിശുയുടെ ആവണങ്ങൾ മാത്രമാണ്. അതിന് കഴിവോളം പരിശ്രമിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും സാമ്പത്തികമായ ശേഷി അത്രമാത്രം ഇല്ലാത്തതുകൊണ്ട് കഴിവുള്ളതൊക്കെ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. എൻ്റെ നവതി ആഘോഷം ഇപ്രകാരം വിപുലമായ രീതിയിൽ നടത്തുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത് നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹമാണെന്ന് ഞാൻ പ്രത്യേകമായി ഓർക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആയതുകൊണ്ട് എൻ്റെ വചനങ്ങൾ ചുരുക്കുന്നു. നവതി ആഘോഷത്തിന്
സംബന്ധിച്ച തിരുമേനിമാർക്കും ഇതര മതസ്ഥരായ ബഹുമാനാതിഥികൾക്കും ഇവിടെ കൂടിയിരിക്കുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും എൻ്റെ പേരിൽ കഴിഞ്ഞ അവധിയാഘോഷ പ്രമാണിച്ച് കഴിഞ്ഞ വാക്കുകളും സ്നേഹത്തിനുമെല്ലാം എൻ്റെ ഹൃദയം നിറഞ്ഞ തന്നിലുള്ള പ്രാവശ്യമുണ്ട്. എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങളെല്ലാവരെയും സാന്നിധ്യം കൊണ്ടും വാക്കുകൾ കൊണ്ടും പരിശുദ്ധ ബാവാതിരുമേനി ഈ മഹനീയ യോഗത്തിന് അധ്യക്ഷം വഹിച്ച അഭിവന്യ മിലിത്യോസ് തിരുമേനി, മണ്ണിനായ മർത്തോമ വലിയ മെത്രാപ്പൊലീത്ത തിരുമേനി, വേദിയിലുള്ള അഭിനന്ദരായ തിരുമേനിമാർ, ബഹുമാന്യരായ അച്ഛന്മാർ, സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാർ, ആദ്യമായി നവതി ആഘോഷിക്കുന്ന പരിശുദ്ധ ബാവാതിരുമേനിക്ക് ഒറ്റവാക്കിൽ എല്ലാ ദൈവകൃപയും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുത്ത ബഹുമാനപ്പെട്ട മാത്യു ടി തോമസ് MLA, വിഷ്ണുനാഥ് MLA ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. പ്രത്യേകം ക്ഷണിക്കപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ സാംസ്കാരിക നായകന്മാർ, സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർക്ക് പള്ളിയുടെ വടക്കുഭാഗത്തുള്ള പള്ളിമേടയിലാണ് ഉച്ചഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്നത്. ഈ സ്ഥലത്ത് എത്തേണ്ടവർ അവിടെ സംബന്ധവും സഹവാസവും ഞങ്ങളെല്ലാം